സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഫ്രീഡം ക്യാപ്സൂൾ വഴിയാണ് 9 മാസത്തിലധികമായി ബഹിരാകാശത്ത് കഴിഞ്ഞിരുന്ന സുനിത വില്യംസും ബുച്ച് വിൽമറും മടങ്ങിയെത്തിയത്. ഡ്രാഗൺ ക്യാപ്സൂളിന്റെ ചില പ്രത്യേകതകൾ നോക്കാം. 8.1 മീറ്റർ ഉയരവും 4 മീറ്റർ വ്യാസവുമാണ് ഡ്രാഗൺ പേടകത്തിനുള്ളത്. ലോഞ്ച് പേലോഡ് മാസ് 6000 കിലോഗ്രാമും റിട്ടേൺ പേലോഡ് മാസ് 3000 കിലോഗ്രാമുമാണുള്ളത്. ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കും അതിനപ്പുറത്തേക്കും സഞ്ചരിക്കുന്ന ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ 7 യാത്രക്കാർക്ക് സഞ്ചരിക്കാം. മനുഷ്യരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോയ ആദ്യത്തെ സ്വകാര്യ പേടകവും ഡ്രാഗണാണ്. നിലവിൽ ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഭൂമിയിൽ തിരികെ എത്തിക്കാൻ കഴിവുള്ള ഒരേയൊരു ബഹിരാകാശ പേടകം ഡ്രാഗൺ മാത്രമാണെന്നാണ് സ്പേസ് എക്സിന്റെ അവകാശവാദം. ഡ്രാഗൺ ക്യാപ്സ്യൂളിന്റെ ജോലി ബഹിരാകാശ യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോവുകയും തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയുമാണ്. ഇലോൺ മസ്കിന്റെ കമ്പനി തന്നെയാണ് ഡ്രാഗൺ തയ്യാറാക്കിയത്. ഡ്രാഗൺ ക്യാപ്സ്യൂൾ പരീക്ഷിച്ചതാകട്ടെ നാസയും സ്പേസ് എക്സും സംയുക്തമായിട്ടാണ്. ഡ്രാഗൺ പേടകത്തിന്റെ ആദ്യ ISS സന്ദർശനം 2020-ലായിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥിതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിച്ച് തിരിച്ചെത്താൻ കഴിയും. ഒരു കാർഗോ ബഹിരാകാശ പേടകമായും ഡ്രാഗണിനെ ഉപയോഗിക്കാം. 8.1 മീറ്റർ നീളമുള്ള ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ 16 എഞ്ചിനുകൾ ഉപയോഗിച്ചിരുന്നു. ബഹിരാകാശ യാത്രികരുടെ ലാൻഡിംഗ് എളുപ്പമാക്കുന്നതിന് 6 പാരച്യൂട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പേടകത്തിന്റെ വേഗത സ്ഥിരപ്പെടുത്താൻ 2 പാരച്യൂട്ടുകൾ പ്രവർത്തിക്കുന്നു. ലാൻഡിംഗിന് മുമ്പ് ബഹിരാകാശ പേടകത്തിന്റെ വേഗത കുറയ്ക്കാൻ 4 പാരച്യൂട്ടുകൾ സഹായിക്കും. ഈ രീതിയാണ് ബഹിരാകാശ യാത്രികരെ വെള്ളത്തിലിറക്കുന്നത് സഹായിക്കുന്നത്. ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഇതുവരെ 44 തവണ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറന്നിട്ടുണ്ട്. ബഹിരാകാശ യാത്രികരുടെ ലാൻഡിങ്ങിനായി ഏറ്റവും സുരക്ഷിതവും വിശ്വസനീയവുമായ പാരച്യൂട്ട് സംവിധാനം ഉപയോഗിക്കുന്നു. അതേസമയം ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന പേടകങ്ങൾ ഓരോ പേരിൽ അറിയപ്പെടുന്നു. സുനിതയുടെ മടങ്ങിവരവിനുള്ള പേടകത്തിന് ഫ്രീഡം എന്നാണ് പേരിട്ടത്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ആദ്യ യാത്രയുടെ ഓർമ്മ പുതുക്കൽ കൂടിയായാണ് ഈ പേര് നൽകിയത്. ആദ്യമായി ഒരു അമേരിക്കക്കാരനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകം ഫ്രീഡം 7 ആണ്. അതിന്റെ ഓർമ്മയിലാണ് ക്യാപ്സ്യൂളിനും ഈ പേരിട്ടത്. അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി അലൻ ഷെപ്പേർഡിന്റെ ആദ്യ ബഹിരാകാശ യാത്രയുടെ സ്മരണാർത്ഥമാണ് സ്പേസ് എക്സ് ഡ്രാഗണിന് ഫ്രീഡം എന്ന് പേരിട്ടത്. 1961-ൽ ഷെപ്പേർഡിന്റെ ആദ്യ ബഹിരാകാശ യാത്ര ഈ പേടകത്തിലായിരുന്നു. ചരിത്രയാത്രയുടെ ഓർമ്മപ്പെടുത്തലിനൊപ്പം ചരിത്രയാത്രയുടെ ഭാഗമാവുകയാണ് ഫ്രീഡം എന്ന ഡ്രാഗൺ ക്യാപ്സൂൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.